ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും 5ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ മറ്റു കൂട്ടുകാരിലേക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യാം. യൂണിറ്റ് 3 ദ ലിറ്റിൽ ഗേൾ ആൻഡ് ദി അംബ്രല. ഒരു കുടയും കുഞ്ഞു പെങ്ങളും എന്ന മുട്ടത്ത് വരക്കി എഴുതിയ ആ നോവലിലെ കുറച്ച് ഭാഗങ്ങളാണ് നമ്മളുടെ സ്റ്റോറി, അല്ലേ? നമ്മൾ അതാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? On a cloudy morning, Lily and Baby were walking to school through the country road. ബേബിയും ലില്ലിയും സ്കൂളിലേക്ക് പോകുകയാണ് അല്ലേ, ഗ്രാമവഴിയിലൂടെ. സൂൺ ഇറ്റ് ബിഗാൻ ടു റെയിൻ ആൻഡ് ബേബി സ്റ്റാർട്ടഡ് റണ്ണിങ്. പെട്ടെന്ന് മഴ വന്നു, ബേബി ഓടി. ബേബി സെഡ് ലില്ലി ടു കം അലോങ് വിത്ത് ഗ്രേസി ദർ റിച്ച് നെയ്ബർ. അടുത്തുള്ള വീട്ടിലെ കുട്ടിയായ ഗ്രേസിയുടെ കുടയിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ബേബി ലില്ലിയോട് പറഞ്ഞു. ബട്ട് ഗ്രേസി ഡിഡ് നോട്ട് അലോ ലില്ലി ടു ഗെറ്റ് ഇൻ അണ്ടർ ഹെർ അംബ്രല. പക്ഷേ ഗ്രേസി അവളെ കുടയിൽ നിർത്തിയില്ല. Poor Lily was completely drenched and walked toward the veranda of a small shop. അവൾ ഓടി ഒരു ചെറിയൊരു കടയിലെ വരാന്തയിൽ കയറി നിന്നു. ഇനി നമുക്ക് ബാക്കി ഭാഗം വായിക്കാം. Tears of rain. Lily took shelter in the veranda of a small shop on the country road. Her clothes and books were wet. What really upset her was her books getting wet. Standing in a corner of the veranda, she started sobbing. She saw Gracie passing by with her umbrella. The raindrops flowing down from Lily's hair blurred her eyes as they mixed with her tears. The bitter cold made her shiver and her teeth started to chatter. Her dress was now completely drenched in the rain. She placed completely drenched in the rain. അപ്പോൾ ഗ്രാമപ്രദേശത്തെ വഴിയിലെ ഒരു ചെറിയ കടയുടെ വരാന്തയിലാണ് ലില്ലി അഭയം പ്രാപിച്ചത്. അവളുടെ ബുക്സും ഡ്രസ്സും എല്ലാം നനഞ്ഞിരുന്നു. അവളെ ഏറ്റവും അധികം വിഷമിപ്പിച്ചത് അവളുടെ കയ്യിലുള്ള അവളുടെ ബുക്സും ഒക്കെ നനഞ്ഞത് കൊണ്ടാണ്. വരാന്തയുടെ ഒരു മൂലയിലിരുന്ന് അവൾ വിതുമ്പാൻ തുടങ്ങി. ഉടനെ അവൾ കണ്ടു ഗ്രേസി കുടയുമായി അവളുടെ മുന്നിലൂടെ അങ്ങനെ കടന്നു പോകുന്നത്. ലില്ലി കരഞ്ഞ കൂട്ടത്തിൽ അവളുടെ മുടിയിൽ നിന്ന് മുന്നിലേക്ക് വീണ മഴത്തുള്ളികൾ അവളുടെ കാഴ്ച മങ്ങിപ്പിച്ചു. നല്ല തണുപ്പുണ്ടല്ലേ അവൾക്ക്, കാരണം അവൾ ആകെ നനഞ്ഞിട്ടുണ്ടല്ലോ. തണുത്തത് കാരണം അവളുടെ ഉടുപ്പും എല്ലാം തണുത്തത് കാരണം അവളുടെ ദേഹം ഇങ്ങനെ വിറക്കാൻ തുടങ്ങി. അവളുടെ വസ്ത്രം ഇപ്പോൾ മുഴുവനായും മഴയാൽ നനയപ്പെട്ടിട്ടുണ്ട്. She placed her slate and books on the floor. She squeezed the edges of her skirt to wring water from it. The edge of the skirt split. It was a very old skirt, the only one she had. At home, she always had to change into a bath towel. അവളുടെ ബുക്സും സ്ലേറ്റും എല്ലാം അവൾ ആ കടയുടെ നിലത്ത് വെച്ച് എന്നിട്ട് എന്ത് ചെയ്യും, അവളുടെ പാവാട അവളിങ്ങനെ പിഴിയൂലേ, അങ്ങനെ പിഴിയാൻ തുടങ്ങി. പിഴിയുമ്പോൾ ആ തുണികളുടെ ഇഴകളൊക്കെ പൊട്ടാൻ തുടങ്ങി. കാരണം അത് പഴയ ഒരു പാവാടയാണ്. പക്ഷെ അവൾക്ക് ആകെ ആ ഒരു പഴയ പാവാട മാത്രമാണ് ഉണ്ടായിരുന്നത്. വീട്ടിൽ എപ്പോഴും അവൾക്ക് ഒരു ബാത്ത് ടവലിലേക്ക് മാറേണ്ട ആവശ്യകത ഉണ്ടായിരുന്നു. ലോസ്റ്റ് ചൈൽഡ്ഹുഡ്. Lily and her brother Baby had lost both their parents. Their father died 3 years ago and their mother about a year ago. They now lived with their aunt, their mother's elder sister. The fat, dark aunt with a flat nose was a 50-year-old widow. She had a son in the army who sent her 20 rupees every month. She was known to be a tight-fisted woman. She had no land of her own. She lived in a hut on a plot owned by the Poomangalam family for whom she worked as a maid. The money sent by her son was deposited in a private bank. But after a few months, the bank collapsed. The loss of money was unbearable to her and she started showing signs of insanity. നഷ്ടപ്പെട്ട ബാല്യം. ലില്ലിയും ബേബിക്കും ആ ചെറുപ്പത്തിൽ അവരുടെ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടതാണ്. 3 വർഷം മുമ്പ് അച്ഛൻ മരിച്ചു, 1 വർഷം മുമ്പ് അമ്മയും മരിച്ചിരുന്നു. അമ്മയുടെ മൂത്ത സഹോദരിയുടെ കൂടെയാണ് അവരിപ്പോൾ താമസിക്കുന്നത്. അമ്മയുടെ ചേച്ചി എന്ന് പറഞ്ഞാൽ കറുത്ത് തടിച്ച ഒരു സ്ത്രീയാണ്. അവർക്ക് 50 വയസ്സിനടുത്ത് പ്രായം വരും.
അവരൊരു വിധവയും കൂടിയാണ്. അവർക്കൊരു മോനാണ് ഉണ്ടായിരുന്നത്. 20 രൂപ മാസത്തിൽ 20 രൂപ അയച്ചു കൊടുക്കുന്ന ഒരു മിലിറ്ററിക്കാരനാണ്. അവരെന്ത് ചെയ്യും? ഈ അവരെ ഒരു ടൈറ്റ് ഫിസ്റ്റഡ് സ്ത്രീ ആയിട്ടാണ് അറിയപ്പെട്ടിരുന്നത്. ഒരു തുണ്ട് ഭൂമി പോലും അവർക്കില്ലായിരുന്നു. അവർ താമസിക്കുന്നത് ഒരു ചെറിയ കുടിലായിരുന്നു. ആ സ്ഥലം പൂമംഗലം വീട്ടുകാരുടേതായിരുന്നു. അവരുടെ ആ പൂമംഗലം തറവാട്ടിലെ വേലക്കാരിയാണ് ഈ ആന്റി. മകൻ അയച്ചു കൊടുക്കുന്ന കാശ് അവരെന്ത് ചെയ്യും? ഒരു പ്രൈവറ്റ് ബാങ്കിൽ നിക്ഷേപിച്ച്. അപ്പോൾ കുറച്ച് മാസങ്ങൾക്ക് ശേഷം ബാങ്ക് തകർന്നു. പണം പോയ വിഷമം അവർക്ക് താങ്ങാവുന്നതിലപ്പുറമായിരുന്നു. അതവർക്ക് ശാരീരിക മാനസിക ക്ലേശം ഉളവാക്കി. She took out all her anger on her niece Lily. She behaved like a devil to her niece and nephew and often beat them up. She hated the children going to school. She ordered them to draw water from well, wash clothes, and do all the cooking. Baby was 11 years old and was studying in class 4. Lily, 3 years younger, was in class 2. They were perhaps the poorest children in their school. അപ്പോൾ അതിന് ദേഷ്യം മുഴുവൻ ആ 2 കുട്ടികളുടെ അടുത്താണ് അവർ ആ ദേഷ്യം തീർക്കുന്നത്. ലില്ലിയെയും ബേബിയെയും അവർ ദിവസവും അടിക്കുകയായിരുന്നു. ഒരു ഭ്രാന്തിയെ പോലെ, അല്ലെ, പൈശാചികമായിട്ട് ഡെവിളിനെയൊക്കെ പോലെയാണ് അവർ പെരുമാറുന്നത്. ബേബിയും ലില്ലിയും സ്കൂളിൽ പോകുന്നത് അവർക്ക് വെറുപ്പായിരുന്നു. അവർ വീട്ടിലായിരിക്കുമ്പോൾ എന്ത് ചെയ്യും? വെള്ളം കോരിക്കും, പിന്നെയോ അലക്കും, വീട്ടിലെ ആഹാരമൊക്കെ പാകം ചെയ്യാനും ഒക്കെ അവർ തന്നെയാണ് അവരോട് പറയായിരുന്നു. ബേബിക്ക് 11 വയസ്സാണ് പ്രായം. 6ാം ക്ലാസ്സിലാണ് അവൻ പഠിക്കുന്നത്. ലില്ലി അവനേക്കാൾ 3 വയസ്സ് കുറവാണ്. അവള് 2ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഒരു പക്ഷെ അവരുടെ സ്കൂളിലെ ഏറ്റവും പാവപ്പെട്ട കുട്ടികൾ ഇവരാണ്. അപ്പോൾ ഈ പാഠഭാഗത്ത് നമ്മൾ വളരെയധികം കുറേ പുതിയ വാക്കുകൾ കണ്ടു, അല്ലെ? ഷെൽട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഭയം, സോബിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കരയുക, ബ്ലർഡ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവ്യക്തമാക്കുക, ഡ്രഞ്ച്ഡ് എന്ന് പറഞ്ഞാൽ നനയുക, സ്ക്വീസ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിഴിയുക. അപ്പോൾ സെന്റൻസുകൾ വായിക്കാം. ദ മിസ്റ്റ് ബ്ലർഡ് ദ ഡ്രൈവേഴ്സ് സൈറ്റ് ആൻഡ് ദ കാർ ഹിറ്റ് അഗെയിൻസ്റ്റ് എ ട്രീ. മഞ്ഞ്, മിസ്റ്റ് എന്ന് പറഞ്ഞാൽ മഞ്ഞ് ഡ്രൈവറുടെ കാഴ്ച തടസ്സപ്പെടുത്തി. അങ്ങനെ കാർ ഒരു മരത്തിലിടിച്ചു. ഷെൽട്ടർ, പീപ്പിൾ ടുക്ക് ഷെൽട്ടർ ഇൻ ദ നിയർബൈ ഹിൽ വെൻ ദ വില്ലേജ് വാസ് ഫ്ലഡഡ്. സ്ക്വീസ്, ഷീ സ്ക്വീസ്ഡ് ദ ലെമൺ ടു ടേക്ക് ജ്യൂസ് ഔട്ട് ഓഫ് ഇറ്റ്. പിഴിയ. Drenched, Ammo's dress was totally drenched as she played in the rain. Collapse. Collapse means തകരുക. The bank collapsed when all the investors started withdrawing their money. കൊള്ളാപ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ കൊള്ളാപ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് തകരുക എന്ന് പറഞ്ഞാൽ കെട്ടിടങ്ങൾ തകരുക, അങ്ങനെയല്ല, ബാങ്ക് തകരുക. അതായത് ക്യാഷൊക്കെ പിൻവലിക്കുമ്പോൾ ബാങ്കുകൾ തകരാറില്ലേ, അതാണ്. ഇൻസാനിറ്റി. ഇൻസാനിറ്റി മീൻസ് മാനസിക നില തെറ്റിയ ഒരു അവസ്ഥ. ദ മാൻ വാസ് അഡ്മിറ്റഡ് ടു എ മെന്റൽ ഹോസ്പിറ്റൽ വെൻ ഹി ഷോഡ് സൈൻസ് ഓഫ് ഇൻസാനിറ്റി. ഡെവിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെകുത്താന്. പക്ഷെ ഇവിടെ വെൻ ആംഗ്രി ദ ബോയ് ബിഹേവ്സ് ലൈക്ക് എ ഡെവിൾ, പൈശാചികമായി പെരുമാറുക. ഇനി അടുത്തൊരു ആക്ടിവിറ്റി പ്രോജക്റ്റ് വർക്കാണ്. റീഡ് ദ ഫോളോയിങ് സെന്റൻസസ്. ദ boys sat quietly in the class. Children danced happily at the party. I was extremely excited to see the film star. ഈ സെന്റൻസുകളിൽ ഇവിടെ കണ്ടോ, ക്വയറ്റ്ലി, ഹാപ്പിലി, എക്സ്ട്രീംലി, ഈ വാക്കുകളൊക്കെ എന്തുകൊണ്ടാണ് അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത്? ഇതിന് മുന്നേയുള്ള ആക്ഷൻ വേർഡ്സിനെ ഒന്നുകൂടെ മോഡിഫൈ ചെയ്യുന്ന വാക്കുകളാണ്. അപ്പോൾ ഇതിനെ മോഡിഫൈങ് വേർഡ്സ് എന്നാണ് പറയുന്നത്. For example, in the first sentences, the word quietly describes the action word sat. In the second sentences, the word happily describe or modifies the action word danced. അപ്പോൾ ഡാൻസ് ചെയ്യുക പറഞ്ഞാൽ നന്നായിട്ട് ഡാൻസ് ചെയ്യൂ, കരയുക പറഞ്ഞാൽ ഉറക്കെ കരഞ്ഞു, അങ്ങനെയുള്ള. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു പട്ടികയിൽ കുറച്ച് ആക്ഷൻസ് വേർഡ്സ് തന്നിട്ടുണ്ട്. അതിൻ്റെ മോഡിഫൈങ് വേർഡ്സ് നമുക്ക് എഴുതാം. സാങ് ബ്യൂട്ടിഫുള്ളി, ഷൗട്ടഡ് ഹെവിലി, ഡാൻസ്ഡ് ചാമിംഗ്ലി, ഫോട്ട് ഹാർഡ്ലി, സെഡ്
calmly, crossed carefully, spoke recently, waited patiently, touched softly, walked slowly, talked gently, replied calmly, cried bitterly, behaved cruelly, answered bluntly. ഇനി അതുപയോഗിച്ച് നമുക്ക് സെന്റൻസുകൾ എഴുതാം. ദ കിഡ് സാങ് ദ സോങ് ബ്യൂട്ടിഫുള്ളി. ഹിസ് ഫാദർ ഷൗട്ടഡ് ഹെവിലി. ദ പ്രിൻസസ് ഡാൻസ്ഡ് ചാമിംഗ്ലി ഇൻ ദി പാർട്ടി. ദ ഹാർഡ്ലി ഫോട്ട് ഈച്ച് അതർ. ദ ഓഫീസർ സെഡ് ദ എക്സ്പ്ലനേഷൻ കാംലി. She crossed the road carefully. The Prime Minister spoke to media recently. People waited for doctor patiently. She touched the flower softly. They walked slowly towards the door. The policeman went to pupil. He replied calmly in the court. She cried bitterly. He behaved cruelly to his children. She answered fluently in the interview. Activity 2. Read the passage given below. അപ്പോൾ ഇവിടെ നമുക്ക് തിരിച്ചെഴുതാം. ദ സ്കൈ വാസ് ഫിൽഡ് വിത്ത് ക്ലൗഡ്സ് എന്നുള്ളിടത്ത് നമുക്ക് എന്ത് ചെയ്യണം? അവിടെ നമുക്ക് സ്കൈ വാസ് ക്ലൗഡി എന്ന് എഴുതാം. അപ്പം എങ്ങനെ വായിക്കും? ദ സ്കൈ വാസ് ക്ലൗഡി. എ സ്ട്രോങ് വിൻഡ് ബ്ലോ. ഇറ്റ് ബിഗാൻ ടു റെയിൻ. വാട്ടർ മിക്സ്ഡ് വിത്ത് മഡ് എന്നുള്ളത് നമുക്ക് മഡി വാട്ടർ എന്നാക്കാം. മഡി വാട്ടർ വാസ് ഫ്ലോയിങ് ത്രൂ ദ റോഡ്. Activity 3. I have a talking parrot, Gina said. Binu and Mubina went to Gina's house. അപ്പോൾ എൻ്റെ വീട്ടിലൊരു സംസാരിക്കുന്ന തത്തയുണ്ടെന്ന് ജീന പറഞ്ഞപ്പോൾ ബിനുവും മുബീനയും അവരുടെ വീട്ടിലേക്ക് വന്നു. ദേ സോ എ പാരറ്റ് ഇറ്റ് കുഡ് സ്പീക്ക്. അങ്ങനെ അവർ ആ സംസാരിക്കുന്ന തത്തയെ കണ്ടു. ഇറ്റ് ഈസ് ആൻ ഇംഗ്ലീഷ് പാരറ്റ്, ജീന സെഡ്. ഇതൊരു ഇംഗ്ലീഷ് പാരറ്റ് ആണെന്ന് ജീന പറഞ്ഞു. മേക്ക് ഇറ്റ് സ്പീക്ക്, മുബീന സെഡ്. ഇതിനെ കൊണ്ടൊന്ന് സംസാരിപ്പിക്കുമെന്ന് മുബീന പറയാണ്. വാട്ട് ഈസ് യുവർ കളർ, ജീന ആസ്ക്ഡ് ഹെർ പാരറ്റ്. അപ്പോൾ പാരറ്റിനോട് ചോദിക്കുകയാണ് നിന്റെ കളർ എന്താണെന്ന്. ഐ എം ഗ്രീൻ, ദ പാരറ്റ് റിപ്ലൈഡ്. ഞാൻ പച്ചയാണെന്ന്, എൻ്റെ കളർ പച്ചയാണെന്ന് പാരറ്റ് മറുപടി പറഞ്ഞു. വാവ്, ഇറ്റ് ഈസ് റിയലി ആൻ ഇംഗ്ലീഷ് പാരറ്റ്. അപ്പോൾ പറയാണ് ഇത് ഇംഗ്ലീഷ് പാരറ്റ് തന്നെയാണ്. ബിനു ആൻഡ് മുബീന സെഡ് ടുഗെദർ. അവർ പറഞ്ഞു ദ വെന്റ് നിയർ ദ പാരറ്റ് ആൻഡ് സ്ട്രെച്ച്ഡ് ദ ഹാൻഡ്സ് ടു ടച്ച് ഇറ്റ്. അപ്പോൾ അവരതിനെങ്ങനെ തൊടാൻ, ആ പാരറ്റിന് ഇങ്ങനെ തൊടാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ ലിസൺ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കൂ, ബി കെയർഫുൾ. ഇഫ് യു ഡോണ്ട് ആസ്ക് ക്വസ്റ്റ്യൻസ് ഇറ്റ് വിൽ ഗെറ്റ് ആംഗ്രി ആൻഡ് പെക്ക് യു. അപ്പോൾ അവർ പറയാണ്, ജീന പറയാണ് നിങ്ങൾ അതിനോട് ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടേയിരിക്കണം, അല്ലെങ്കിൽ അത് നിങ്ങളെ കൊത്തു എന്ന് പറഞ്ഞു. ബിനു ആൻഡ് മുബീന വർ വറീഡ്. ദേ ഡിഡ് നോട്ട് നോ ഹൗ ടു ആസ്ക് ക്വസ്റ്റ്യൻ. എങ്ങനെയാ അപ്പോൾ അവർ ക്വസ്റ്റ്യൻ ചോദിക്കും എന്നുള്ള ഒരു കൺഫ്യൂഷനാണ് അവർക്ക്. ഐ ക്യാൻ ഹെൽപ്പ് യു, സീ വാട്ട് ഐ ആസ്ക്, ജീന സെറ്റ്. അപ്പോൾ ഞാൻ സഹായിക്കാം എന്ന് പറഞ്ഞു. ജീന, വേർ ഇസ് യുവർ മദർ. അപ്പോൾ ജീന ചോദിക്കുകയാണ് നിന്റെ മദർ എവിടെയാണ്. അപ്പോൾ പാരറ്റ് എന്ന് പറഞ്ഞു മൈ മദർ ഈസ് ഇൻ ലണ്ടൻ. ലണ്ടനിലാണ്. ജീന, മുബീന, നൗ ഇറ്റ്സ് യുവർ ടേൺ. അപ്പോൾ ഇനി മുബീനയാണ് ചോദിക്കുന്നത്. ഹു ആർ യു, മുബീന ആസ്ക്ഡ് ഇൻ ലോ വോയിസ്. ദ പാരറ്റ് വാസ് ഹാപ്പി. ഇറ്റ് റിപ്ലൈഡ് ഐ എം എ പാരറ്റ്. അപ്പോൾ അത് റിപ്ലൈ ചെയ്തു ഐ എം എ പാരറ്റ്. ഓ ദാറ്റ്സ് ഗുഡ്. കമോൺ ബിനു, നൗ യു ട്രൈ. അപ്പോൾ ബിനുവിനോട് പറയുകയാണ് നീയും ചോദിക്കാൻ. ക്യാൻ യു ഹെൽപ്പ് ബിനു ഫ്രെയിം ഫ്രം ക്വസ്റ്റ്യൻസ്. അപ്പോൾ ബിനു ചോദിക്കുന്ന ആ ചോദ്യങ്ങളുടെ ആൻസർ ആണ് ഇവിടെ. ബിനു ചോദ്യം ചോദിച്ചിട്ടില്ല, പാരറ്റിന്റെ ആൻസേഴ്സ് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പൊ നമ്മളാണ് ഇനി ക്വസ്റ്റ്യൻ റെഡിയാക്കേണ്ടത്. അപ്പൊ നെയിം, അപ്പൊ ഇങ്ങനെ ചോദിക്കും. ഐ ആം ട്വീറ്റി എന്ന് പറയുമ്പോൾ വാട്ട് ഈസ് യുവർ നെയിം. പിന്നെ ഐ എം ഇൻ എ കേജ്. വേർ ഡു യു ലിവ്. ഐ എം ടോക്കിംഗ്. വാട്ട് ആർ യു ഡൂയിങ്. ഐ എം സാഡ് ബിക്കോസ് ഐ ഹാവ് നോ ഫ്രണ്ട്സ്. വൈ ആർ യു സാഡ്. It is in October. When is your birthday? I am not fine. Are you okay? അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, how are you എന്നും എഴുതാം. അത് ക്വസ്റ്റ്യൻസ് പ്ലക്കാർഡുകൾ, അതുപോലെ തന്നെ ആൻസേഴ്സ് പ്ലക്കാർഡുകൾ. Why are you happy? Because today is my birthday. Which class are you studying? I am studying 5th standard. How do you go to school? I go to school by school bus. How are you today? I'm fine, thank you. How many friends do you have? I have 4 friends. What are your hobbies? My hobbies are reading and singing. When
Will you go to school? At 9 in the morning. Which is your favorite subject? My favorite subject is English. Who is your favorite actor? Mohanlal is my favorite actor. How old are you? I am 10 years old. ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും ആക്ടിവിറ്റീസ് ആണ് തന്നിട്ടുള്ളത്. കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ മറ്റു കൂട്ടുകാരിലേക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്